നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേര് പുത്തൂർ സുവോളജിക്കൽ പാർക്കിന് നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് DCC ജനറൽ സെക്രട്ടറി ജേജു സെബാസ്റ്റ്യന്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രി VD സതീശന് നിവേദനം നൽകി. തൃശൂർ ഒല്ലൂർ വടക്കേങ്ങാടിയിൽ ഷോക്കേറ്റ് തൊഴിലാളി മരിച്ചു. AITUC ദേശീയ ജനറൽ കൗൺസിൽ സമാപിച്ചു. തൃശൂർ തിരുഹൃദയ റോമൻ കാത്തലിക് ലത്തീൻ പള്ളിയിലെ ഊട്ടുതിരുനാൾ ജൂൺ 9 ആഘോഷിക്കുമെന്ന് വികാരി റെക്ടർ ഫാദർ ഷൈജൻ കളത്തിൽ വാർത്താലേഖകരെ അറിയിച്ചു. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ തുടരെയുള്ള വിലക്കയറ്റത്തിന് CPIM പ്രക്ഷോഭം. വടക്കാഞ്ചേരിയിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേര് പുത്തൂർ സുവോളജിക്കൽ പാർക്കിന് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് DCC ജനറൽ സെക്രട്ടറി ജേജു സെബാസ്റ്റ്യന്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രി VD സതീശന് നിവേദനം നൽകി. ഒല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ് റിസൻ വർഗീസ്, പുത്തൂർ മണ്ഡലം പ്രസിഡന്റ് സിനോയ് സുബ്രഹ്മണ്യൻ, പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സേതുമാധവൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ TK ശ്രീനിവാസൻ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ജോണി ചിറയത്ത്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി റെജി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CK തിലകൻ, മുൻ പഞ്ചായത്ത് മെമ്പർ ആരുഷ് TA തുടങ്ങിയവർ നിവേദന സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു. ഒല്ലൂർ വടക്കേങ്ങാടിയിൽ സെപ്റ്റിക് ടാങ്ക് വൃത്തിയാക്കുന്നതിനിടെ ഇലക്ട്രിക് ഷോക്കേറ്റ് തൊഴിലാളി മരിച്ചു. ആലത്തൂർ സ്വദേശി ചിതലി വെട്ടുകാട് വീട്ടിൽ പ്രജിത്ത് ആണ് മരിച്ചത്. ബുധനാഴ്ച വടക്കേങ്ങാടി കണ്ണംകുടം വീട്ടിൽ ജോയിയുടെ വീട്ടിലെ സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ചെയ്യുന്നതിനിടെയാണ് അപകടം. സെപ്റ്റിക് ടാങ്കിന് മുകളിലെ മണ്ണ് കിളച്ചു മാറ്റുന്നതിനിടെ സെപ്റ്റിക് ടാങ്കിനോട് ചേർന്നുള്ള മതിലിന് മുകളിൽ സ്ഥാപിച്ചിട്ടുള്ള ലൈറ്റിന്റെ വയറിൽ മൺവെട്ടി കൊണ്ടതോടെ പ്രജിത്തിന് ശക്തമായ ഷോക്കേൽക്കുകയായിരുന്നു. വീട്ടുടമസ്ഥൻ ജോയിയാണ് ഇക്കാര്യം പറഞ്ഞത്. സംഭവസ്ഥലത്ത് തന്നെ പ്രജിത്ത് കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. ഒല്ലൂർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. AITUC ദേശീയ ജനറൽ കൗൺസിൽ സമാപിച്ചു. ലേബർ കോഡുകൾ പിൻവലിക്കണം എന്ന ട്രേഡ് യൂണിയനുകളുടെ ആവശ്യം അവഗണിച്ച് കേന്ദ്ര സർക്കാർ തൊഴിലാളികളെ ഇരുട്ടിലേക്ക് തള്ളിവിടുകയാണെന്ന് AITUC ദേശീയ ജനറൽ സെക്രട്ടറി അമർജിത് കൗർ തൊഴിലാളികളെ അടിമകളാക്കി മുതലാളിമാരെ സംരക്ഷിക്കുന്ന നയമാണിത്. 3 ദിവസമായി നടന്ന AITUC ദേശീയ ജനറൽ കൗൺസിലിന്റെ സമാപന യോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അവർ. തൊഴിലാളികളുടെ എല്ലാ അവകാശങ്ങൾക്കും മുകളിലും മരണമണി മുഴക്കുന്നതാണ് ഈ തൊഴിൽ നിയമ ഭേദഗതി. ന്യൂനപക്ഷങ്ങളെയും പ്രതിപക്ഷത്തെയും വിമർശിക്കുന്നവരെയും എല്ലാം അധികാരത്തിന്റെ പിൻബലത്തോടെ ഇല്ലാതാക്കുന്ന നീചമായ സമീപനമാണ് BJP സർക്കാരിന്റേത്. AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ, ദേശീയ സെക്രട്ടറി R പ്രസാദ്, സംസ്ഥാന സെക്രട്ടറി KG ശിവാനന്ദൻ, ജില്ലാ സെക്രട്ടറി TK സുധീഷ്, ജില്ലാ പ്രസിഡന്റ് VS പ്രിൻസ് തുടങ്ങിയവർ സംസാരിച്ചു. General Council meeting here of AITUC, and this meeting is just before our All India conference which has to take place. Our last conference took place in Kerala only, 42nd conference in Allappuzha. In a grand manner it was organized and Kerala AITUC had hosted it. Now we are going to the neighboring state of Kerala in Karnataka. So Bangalore, only protected workers whom we could unionize, we are protecting them in the government sector, in the public sector, in the private sector, in the informal economy, everywhere. But where union is not allowed, workers' voice is not heard, social dialogue doesn't happen, across the table no discussion takes place. And the result is, if they attempt union, they are removed from the job. So that situation of desperation increased with the increase of prices in gas and diesel. And suddenly these workers found in the industrial areas, they are getting 9,000, 10,000, 5,000. And then if the gas cylinder crosses 1,000 or 1,500, how they will run their kitchens. So naturally in these desperations they came out on streets. So in the recent 3-4 months we have seen that outburst
We assessed about that in this General Council meeting. The workers in Barauni came out on streets, workers in Panipat came out on streets. തൃശൂർ തിരുഹൃദയ റോമൻ കാത്തലിക് ലത്തീൻ പള്ളിയിലെ ഊട്ടുതിരുനാൾ ജൂൺ 9 ആഘോഷിക്കുമെന്ന് വികാരി റെക്ടർ ഫാദർ ഷൈജൻ കളത്തിൽ വാർത്താലേഖകരെ അറിയിച്ചു. ഈ മാസം 7 തിരുഹൃദയ തിരുനാളും 9 ഊട്ടുതിരുനാളും ആഘോഷിക്കും. തിരുനാൾ ദിനം രാവിലെ 5:30 മുതൽ രാത്രി 9 വരെ തുടർച്ചയായി ദിവ്യബലി ഉണ്ടാകും. 40,000 അടിയുള്ള പന്തലും മറ്റു സജ്ജീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. പാർക്കിംഗ് സൗകര്യത്തിനായി ഇക്കണ്ടവാരി റോഡിലുള്ള ചിറ്റിലപ്പള്ളി ഗ്രൗണ്ട്, ജോസ് ആലുക്കാസ് ഗ്രൗണ്ട്, പുത്തമ്പള്ളി പാർക്കിംഗ് ഗ്രൗണ്ട്, കാൽഡിയൻ പള്ളി പാർക്കിംഗ് ഗ്രൗണ്ട്, ശക്തൻ കോർപ്പറേഷൻ പാർക്കിംഗ് ഗ്രൗണ്ട് എന്നിവ അനുവദിച്ച് സൗകര്യമൊരുക്കിയിട്ടുണ്ട്. നിർധന രോഗികൾക്കുള്ള ധനസഹായവും ഡയാലിസിസ് ഫണ്ടും ഭവന നിർമ്മാണ സഹായവും നൽകി ഈ തിരുനാൾ ആഘോഷിക്കും. തീർത്ഥാടന കേന്ദ്രത്തിന്റെ റെക്ടറുമായ വികാരി ഷൈജൻ കളത്തിൽ, അസിസ്റ്റന്റ് വികാരി അജയ് ആന്റണി പുത്തൻപറമ്പിൽ, ജനറൽ കൺവീനർ ബ്രിസ്റ്റോ തൈപ്പാടത്ത്, ജോയിന്റ് ജനറൽ കൺവീനർമാരായ അനിൽ മണിത്തോട്ടം, ജോൺലി മാത്യു, ഡാഫി ആന്റണി തുടങ്ങിയവരും കോർ കമ്മിറ്റി അംഗങ്ങളും വിവിധ കമ്മിറ്റി കൺവീനർമാരും ഇടവകാംഗങ്ങളും വിശ്വാസികളും പങ്കെടുത്തു. ഈ തിരുഹൃദയ ദേവാലയത്തിൽ വിശുദ്ധ അന്തോണീസിന്റെ തിരുനാൾ വലിയൊരു ഊട്ട് തിരുനാളായിട്ടാണ് ഇവിടെ ആഘോഷിക്കപ്പെടുന്നത്. ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഇന്നിവിടെ ഒത്തിരി ജനങ്ങൾ, പ്രത്യേകിച്ച് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ കാലത്ത് ഒരു 5 മണിയോട് കൂടി തന്നെ ജനങ്ങൾ വന്നിട്ടുണ്ട്. രാത്രി ഏറെ വൈകിയും ഒത്തിരി പേര് ഇവിടെ വരാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്, തിരിച്ചു പോകാറുണ്ട്. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഏറെ സങ്കടത്തോടു കൂടി കണ്ണിനോടി തിരിച്ചു പോകും. അത് കാണുമ്പോൾ തന്നെ നമുക്കും മനസ്സിലൊരു വലിയൊരു കുളിർമയാണ്. ഈ തിരുനാളിന് നാടിന്റെ എല്ലാ ഭാഗത്തു നിന്നും ഇവിടെ ആളുകൾ വരാറുണ്ട്. നമ്മൾ ഈ തിരുനാൾ ജൂൺ 2 ഇതിന് കൊടിയേറിയത്. നെയ്യാറ്റിങ്കര രൂപത ബിഷപ്പ് എമെരിറ്റൂസ് വിൻസെന്റ് സാമുൽ പിതാവാണ് കൊടിയേറ്റിയത്. ഇനി ജൂൺ 7 ഇടവകയുടെ തിരുഹൃദയ തിരുനാൾ ആഘോഷിക്കും. അന്ന് വിജയപുരം രൂപതയുടെ ഓക്സിലറി ബിഷപ്പ് ജസ്റ്റിൻ അലക്സാണ്ടർ മടത്തിപ്പറമ്പിലാണ് മുഖ്യ കാർമ്മികത്വം വഹിക്കുക. പിറ്റേ ദിവസം തിങ്കളാഴ്ച 8 തിരുനാൾ പ്രസിദ്ധേന്ത്യമാരുടെ അവരുടെ വാഴിക്കുന്ന കർമ്മമാണ്. വരാപ്പുഴ അതിരൂപതയുടെ ഓക്സിലറി ബിഷപ്പ്. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ തുടരെയുള്ള വിലക്കയറ്റത്തിന് CPIM പ്രക്ഷോഭം. വടക്കാഞ്ചേരിയിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. കേന്ദ്ര BJP സർക്കാർ അടിച്ചേൽപ്പിക്കുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ തുടരെയുള്ള വിലക്കയറ്റത്തിനെതിരെ CPIM പ്രക്ഷോഭത്തിന്റെ ഭാഗമായി വടക്കാഞ്ചേരി ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. CPIM ജില്ലാ കമ്മിറ്റി അംഗം C. സുമേഷ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗം PN സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗവും വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറിയുമായ ഡോക്ടർ KD ബാഹുലേയൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും CPIM ജില്ലാ കമ്മിറ്റി അംഗവുമായ മേരി തോമസ്, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ S. ബസന്തലാൽ, TV സുനിൽകുമാർ, P. മോഹൻദാസ്, KM അഷ്റഫ്, NK പ്രമോദ് കുമാർ, TR രഞ്ജിത്ത്, ഏരിയ കമ്മിറ്റി അംഗവും വടക്കാഞ്ചേരി നഗരസഭാ ചെയർപേഴ്സണുമായ മിനി അരവിന്ദൻ, ഏരിയ കമ്മിറ്റി അംഗവും കടങ്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് KM നൌഷാദ്, തെക്കുങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്ത ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഏരിയ കമ്മിറ്റി അംഗം MJ ബിനോയ് പ്രതിഷേധ യോഗത്തിന് നന്ദി പറഞ്ഞു. ഇന്ധന വിലകൾ വർദ്ധിക്കുന്നത് എന്നതിന്റെ മറവിൽ നിരന്തരം പെട്രോളിന്റെയും ഡീസലിന്റെയും പാചകവാതകത്തിന്റെയും വില വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ പെട്രോളിനും ഡീസലിനും വില ചുമത്തുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. ഒരുപക്ഷെ നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന, സാമ്പത്തികമായി നമ്മളെക്കാളും പിന്നണിയിൽ നിൽക്കുന്ന പാകിസ്ഥാൻ, നേപ്പാൾ, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളെക്കാളും ഇന്ധന വിലകൾ നമ്മുടെ രാജ്യത്ത് കൂടുതലാണ്. വടക്കേ ബസ് സ്റ്റാൻഡിൽ അനധികൃതമായി കടമുറി നിർമ്മാണം തടഞ്ഞ് LDF കൗൺസിലർമാർ. തൃശൂർ കോർപ്പറേഷൻ ഉടമസ്ഥതയിലുള്ള വടക്കേ ബസ് സ്റ്റാൻഡിൽ അനധികൃത കടമുറി നിർമ്മാണം കോർപ്പറേഷൻ ഭരണസമിതിയുടെയും ചില ഉദ്യോഗസ്ഥരുടെയും ഒത്താശയോടെ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി നിർമ്മാണം പുരോഗമിച്ചു വരുന്നത്.
കോർപ്പറേഷന്റെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ അനുമതിയില്ലാതെ കടമുറി നിർമ്മിക്കുന്നതെന്നും ബസ് കയറുന്ന കാത്തിരിപ്പ് ഷെഡിലാണ് നിർമ്മാണം പുരോഗമിക്കുന്നതെന്നും ആളുകളുടെ യാത്രാപ്രശ്നങ്ങൾ ഏറെ പ്രയാസത്തിലേക്ക് നീങ്ങുന്നത് പോലും നോക്കാതെ മേയർ അടക്കമുള്ള ചില കോൺഗ്രസ് നേതാക്കളുടെ ഒത്താശയോടെയാണ് ഈ അനധികൃത നിർമ്മാണം പുരോഗമിക്കുന്നത്. അനുമതിയില്ലാത്ത താൽക്കാലിക കെട്ടിടം പൊളിച്ചു മാറ്റണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ പ്രതിഷേധം തുടരുമെന്നും പ്രതിപക്ഷ നേതാവ് TR ഹിരൺ അറിയിച്ചു. പ്രതിഷേധ സമരത്തിൽ കൌൺസിലർമാരായ P സുകുമാരൻ, സൗമ്യ പ്രതീഷ്, സിജിത് MS, അഡ്വക്കേറ്റ് അനീസ് അഹമ്മദ്, ജീസ് ജോർജ്, ലിംന മനോജ്, ഡോക്ടർ കീർത്തന കാർത്തികേയൻ, സിന്ധു തൈക്കാടൻ തുടങ്ങിയവർ പങ്കെടുത്തു. മണ്ണുത്തി ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂളിലെ അധ്യയന വർഷത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം ജൂൺ 2 സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വിവിധ പരിപാടികളോടെ നടന്നു. ചടങ്ങിൽ തൃശൂർ അസിസ്റ്റന്റ് കളക്ടർ പ്രീതി AC മുഖ്യാതിഥിയായി പങ്കെടുത്ത് അക്കാദമിക് വർഷം ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളുടെ സമഗ്ര വളർച്ചയ്ക്കും മൂലാധിഷ്ഠിത വിദ്യാഭ്യാസത്തിനും പ്രാധാന്യം നൽകണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ഊന്നി പറഞ്ഞു. സ്കൂളിന്റെ റെക്ടറും മാനേജറുമായ ഫാദർ ജോയ് തോണിക്കുഴിയിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂളിന്റെ വൈസ് പ്രിൻസിപ്പൽ ഫാദർ ഓസ്റ്റിൻ, ഡോൺ ബോസ്കോ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ടോമി ചിറക്കൽ, അഡ്മിനിസ്ട്രേറ്റർ ഫാദർ സലീഷ്, അക്കാദമിക് കോർഡിനേറ്റർ അജിത സുരേഷ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. വിദ്യാർത്ഥി പ്രതിനിധി ജനറ്റ് ജോസഫ്, അക്കാദമിക് കോർഡിനേറ്റർ അജിത സുരേഷ് തുടങ്ങിയവർ പ്രാർത്ഥനകൾ നയിച്ചു. പുതിയ അധ്യാപകരെ സ്വീകരിക്കുന്ന ചടങ്ങും കലാപരിപാടികളും ചടങ്ങിന് മാറ്റുകൂട്ടി. ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ടോമി ചിറക്കൽ, PTA പ്രസിഡന്റ് ആൻഡോ ചിറമൽ തുടങ്ങിയവർ വിദ്യാർത്ഥികൾക്ക് ഭാവുകങ്ങൾ നേർന്നു. അസിസ്റ്റന്റ് അക്കാദമിക് കോർഡിനേറ്റർ റീജ ജോർജ് നന്ദി രേഖപ്പെടുത്തി. ദേശീയ ഗാനത്തോടെ പരിപാടികൾ സമാപിച്ചു. പുതിയ പ്രതീക്ഷകളും ലക്ഷ്യങ്ങളുമായി ആരംഭിച്ച 2026-27 അധ്യയന വർഷം വിദ്യാർത്ഥികൾക്ക് അറിവിന്റെയും മൂല്യങ്ങളുടെയും മികച്ച അനുഭവങ്ങൾ സമ്മാനിക്കുമെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ അറിയിച്ചു. Reverend Father Vivian Moshe. Reverend Father Austin Pullover, Vice Principal. Reverend Celeste Tartunan, Administrator. Dr. Andy Schindler, PTA President. Estella, School Coordinator. Next we have Shivani SN Anand College of Student Representatives. Thank you, remembrance. I most reverently invite Ms. Preeti AC to the inauguration. ചെറുക്കേക്കോട് പാണ്ടിപ്പറമ്പ് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന് സമീപം പുതുതായി നിർമ്മിച്ച റോഡിന്റെ ഭിത്തി ഇടിഞ്ഞു. കനത്ത മഴവെള്ളപ്പാച്ചിലിലാണ് ഭിത്തി ഇടിഞ്ഞതെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു. നിർമ്മാണം നടക്കുന്ന സമയത്ത് തന്നെ കരാർ കമ്പനിയെ ഇത്തരം വിഷയങ്ങൾ അറിയിച്ചിരുന്നുവെങ്കിലും അവർ വേണ്ട രീതിയിൽ പ്രതികരിച്ചില്ല എന്ന് പഞ്ചായത്ത് മെമ്പർമാർ അടക്കമുള്ളവർ ആക്ഷേപമുന്നയിച്ചു. ഇന്നലെ കനത്ത മഴയിൽ പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടതും നാട്ടുകാരുടെ ഇടയിൽ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. കരാർ കമ്പനി കൃത്യമായ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടല്ല ഇത്തരം പണികൾ ഈ പ്രദേശങ്ങളിൽ ചെയ്തു പോയതെന്നും നാട്ടുകാർ ആരോപിച്ചു.
റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിൽ ഒരുപാട് അപാകതകൾ കാണുന്നുണ്ട്. മഴക്കാലത്ത് റോട്ടിലൂടെ വരുന്ന വെള്ളത്തിൻ്റെ ഒഴുക്ക് സജ്ജീകരണങ്ങൾ ഇവിടെ ഏർപ്പെടുത്തി കാണുന്നുണ്ട്. അതിൽ നിൽക്കുന്ന പ്രശ്നമില്ല. ഈ വെള്ളം മുഴുവൻ ആളുകളുടെ വീടുകളിലേക്ക് കയറി വരുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇത് അധികാരികളുടെ പ്രവർത്തനങ്ങൾ ഇവിടുത്തെ നമ്മുടെ പഞ്ചായത്ത് മെമ്പർ സുജിതയും വാർഡ് മെമ്പർ സുജിതയും പിന്നെ അതിൻ്റെ എഞ്ചിനീയർമാർ വന്ന് സംസാരിച്ചിട്ടും ഇതുവരെ ഇതിനെക്കുറിച്ച് അവർ നടപടിയെടുക്കുക ഒന്നും ചെയ്തിട്ടില്ല. ഇന്ന് രാവിലെ എഞ്ചിനീയറുടെ അടുത്ത് ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞാൽ അതിനെക്കുറിച്ച് എനിക്കറിയില്ല, അത് ഡൊമിഷൻ തീരുമാനിക്കുന്നത് പറഞ്ഞതാണ്. ഇന്ന് മുൻ വാർഡ് മെമ്പർ പറഞ്ഞപ്പോഴും ഞാൻ രാവിലെ മുൻ വാർഡ് മെമ്പറോട് സംസാരിച്ചപ്പോഴും മെമ്പർ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അമ്പലത്തിൻ്റെ അവിടുന്ന് നമ്മൾ റോഡ് തള്ളിപ്പോയി നമ്മൾ സംസാരിച്ചപ്പോഴും അവർ അതിനെക്കുറിച്ചൊന്നും പ്രതികരിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പോഴത്തെ മെമ്പറടക്കം സംസാരിച്ചിട്ടും ഒരു പഞ്ചായത്ത് മെമ്പർ സംസാരിച്ചിട്ടും നടപടി ആവാത്ത കാരണമാണ് നമ്മൾ ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നത്. വെച്ച് കഴിഞ്ഞാൽ വീട്ടിലേക്ക് കയറാനോ കുട്ടികൾക്ക് നിൽക്കാനോ പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ എൻ്റെ വീടിൻ്റെ മുന്നിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിത് പാർട്ടിക്കാരോട് ഇനി ആരോട് പറയണം, എന്ത് പറയണമെന്ന് നമുക്കറിയില്ല. അതുകൊണ്ടാണ് ഈ ചാനലിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. തൃശൂരിൽ വിവിധ ശുചിത്വ മാലിന്യ സംസ്കരണ പദ്ധതികളുടെയും സ്കൂൾ ടോയ്ലറ്റ് ബ്ലോക്കിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു. സ്വച്ഛ് ഭാരത് മിഷൻ 2.0 പദ്ധതിയുടെ ഭാഗമായി തൃശൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ നിർമ്മാണം പൂർത്തിയാക്കിയ വിവിധ ശുചിത്വ മാലിന്യ സംസ്കരണ പദ്ധതികളുടെയും NSUP സ്കൂളിലെ പുതിയ ടോയ്ലറ്റ് ബ്ലോക്കിന്റെയും ഉദ്ഘാടനം ജൂൺ 1 തിങ്കളാഴ്ച നടന്നു. നഗരത്തിലെ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ കൂടുതൽ കുറ്റമറ്റതാക്കുന്നതിനും സ്കൂളുകളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുന്നതിനുമായി തയ്യാറാക്കിയ പദ്ധതികളുടെ ഉദ്ഘാടനം തൃശൂർ കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ നിർവഹിച്ചു. തൃശൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ A. പ്രസാദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീന ചന്ദ്രൻ പരിപാടിയിൽ സ്വാഗതം ആശംസിച്ചു. അയ്യന്തോൾ ഗവൺമെന്റ് ലോ കോളേജിൽ സജ്ജമാക്കിയ രണ്ടാമത്തെ എയറോബിക് കമ്പോസ്റ്റ് പ്ലാന്റും മേയർ നാടിന് സമർപ്പിച്ചു. NSUP സ്കൂളിൽ പുതുതായി നിർമ്മിച്ച ടോയ്ലറ്റ് ബ്ലോക്കിന്റെ ഉദ്ഘാടനവും ഇതോടൊപ്പം നിർവഹിക്കപ്പെട്ടു. നഗരത്തെ പൂർണ്ണമായും മാലിന്യമുക്തമാക്കുന്നതിനും പൊതുസ്ഥാപനങ്ങളിൽ മികച്ച ശുചിത്വ സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിനുമുള്ള കോർപ്പറേഷന്റെ തുടർ നടപടികളുടെ ഭാഗമായാണ് ഈ പദ്ധതികൾ വിഭാവനം ചെയ്തതെന്ന് അധികൃതർ അറിയിച്ചു. ചടങ്ങിൽ കോർപ്പറേഷൻ കൌൺസിലർമാരും സ്കൂൾ അധികൃതരും നാട്ടുകാരും പങ്കെടുത്തു. പുത്തൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS ഓണത്തിനോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന നിറപ്പൊലിമ പദ്ധതിയുടെ ഭാഗമായി ചെണ്ടുമല്ലി തൈകൾ വിതരണം നടത്തി. പുത്തൂർ പഞ്ചായത്ത് വാർഡ് 19 മരത്താക്കര കനകശ്ശേരിയിൽ സംഘടിപ്പിച്ച തൈ വിതരണവും നടിയിലും പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സേതുമാധവൻ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പരിധിയിലെ കുടുംബശ്രീ അംഗങ്ങൾക്കായി 6000 ചെണ്ടുമല്ലി തൈകളാണ് വിതരണം നടത്തിയത്. ഇത്തരം പദ്ധതി പ്രകാരം ഓണത്തിനാവശ്യമായ പൂക്കൾ മറ്റ് സ്ഥലങ്ങളിൽ നിന്നും വാങ്ങാതെ സ്വന്തമായി ഉൽപ്പാദിപ്പിച്ച് ഉപയോഗിക്കുവാൻ കഴിയുമെന്നും കൂടാതെ പൂക്കൾ വിൽപ്പന നടത്തി നല്ലൊരു വരുമാനം കണ്ടെത്തുവാൻ കഴിയുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രസിഡന്റ് ബിന്ദു സേതുമാധവൻ പറഞ്ഞു. കുടുംബശ്രീ CDS ചെയർപേഴ്സൺ ജിഷ നളനാനന്ദൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വാർഡ് മെമ്പർ ഡെൻസി ലൈസൺ, CDS മെമ്പർമാരായ മെൽവി അജിമോൻ, സിനി പ്രദീപ് കുമാർ, ഉപജീവന ഉപസമിതി കൺവീനർ ആർദ്ര കണ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. അയൽക്കൂട്ട അംഗങ്ങൾ, നാട്ടുകാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. പഞ്ചായത്തിലെ ഓരോ വാർഡിലും 24 വാർഡിലും കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് CDSമാർക്ക് കൊടുത്തിട്ടുള്ള കൃഷിഭവനുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെണ്ടുമല്ലി തൈയുടെ വിതരണ ഉദ്ഘാടനവും അതുപോലെ തന്നെ നടലും കൂടിയാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം നമ്മുടെ ഓണാഘോഷത്തിൽ അല്ലെങ്കിൽ മറ്റുള്ള ആവശ്യങ്ങൾക്ക് മുഴുവനും നമ്മൾ പൂക്കളായാലും പച്ചക്കറികളായാലും തമിഴ്നാടിനെയും മറ്റ് സംസ്ഥാനങ്ങളെയും ആശ്രയിച്ചാണ് നിൽക്കുന്നത്. അതിൽ നിന്നൊരു മാറ്റം വരുത്തുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്ത് അതുപോലെ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് ഓരോ വാർഡിലും അവനവന് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ ഇപ്പോൾ നമ്മൾ പൂക്കളാണ് നൽകി വരുന്നത്. പൂക്കൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അധ്വാനമാണ് ഇപ്പോൾ നടത്തി വരുന്നത്.
കഴിഞ്ഞ കാലങ്ങളിലും നമ്മൾ ചെയ്തിരുന്നു. കഴിഞ്ഞ തവണ നമ്മൾ കൊങ്ങമ്പാറയിൽ നമ്മൾ നടത്തി, ഇഷ്ടംപോലെ പൂക്കൾ നമുക്ക് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ വർഷം നമ്മളത് തുടങ്ങി വെച്ചിരിക്കുകയാണ്. ഈ വർഷത്തെ ഓണത്തിന് ഒരാൾക്ക് പോലും പുറത്തുനിന്ന് പൂവ് മേടിക്കാണ്ട് കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് നമ്മുടെ എല്ലാ വീട്ടുകാർക്കും പൂക്കൾ എത്തിക്കാനുള്ള മാർഗ്ഗമാണ് ഇവിടെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നന്നായി വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളിത് നടാൻ പോകുന്നത്. എന്തുതന്നെയായാലും ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളിലും ഇത് എത്തിച്ചുകൊണ്ട് എല്ലാവർക്കും ആവശ്യമായ രീതിയിൽ പൂക്കൾ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ ആശംസിക്കുന്നു. ഇനിയൊരു ഇടവേള. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും, ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG, ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞു കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വീണ്ടും വാർത്തയിലേക്ക്. വിലക്കയറ്റം കാരണം ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ ജീവിക്കുവാൻ കഴിയാത്ത സാഹചര്യത്തിലേക്കാണ് നീങ്ങുന്നതെന്ന് CPIM തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം KR വിജയ പറഞ്ഞു. പാചകവാതക വിലവർധനവിൽ പ്രതിഷേധിച്ച് CPM ഒല്ലൂർ ഏരിയ കമ്മിറ്റി ഒല്ലൂർ പോസ്റ്റ് ഓഫീസിന് മുൻപിൽ നടത്തിയ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു KR വിജയ. 2014 അധികാരമേറ്റ BJP സർക്കാർ 12 വർഷം പിന്നിട്ടതോടെ രാജ്യത്തെ സാമ്പത്തിക സ്ഥിതി തകർന്ന അവസ്ഥയാണെന്നും ഗ്യാസ് വില തുച്ഛമാക്കുമെന്ന് പറഞ്ഞാണ് BJP സർക്കാർ അധികാരത്തിലേക്ക് വന്നതെന്നും പ്രതിപക്ഷമായിരുന്നപ്പോൾ വലിയ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത BJP ഇന്ന് ഭരണത്തിലെത്തിയപ്പോൾ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിൽ പൂർണ്ണമായി പരാജയപ്പെട്ടുവെന്നും ഇന്ത്യയുടെ സമ്പദ്ഘടനയുടെ അടിസ്ഥാനം കാർഷിക മേഖലയാണെന്നും എന്നാൽ പുതിയ സാമ്പത്തിക നയങ്ങളുടെ അനന്തരഫലങ്ങൾ കർഷകരെ കടുത്ത പ്രതിസന്ധിയിലാക്കിയെന്നും KR വിജയ പറഞ്ഞു. 1991 കോൺഗ്രസ് സർക്കാർ നടപ്പാക്കിയ സാമ്പത്തിക നയങ്ങളുടെ തുടർച്ചയായി കർഷകർക്ക് കൃഷിയുമായി മുന്നോട്ടു പോകുവാൻ കഴിയാത്ത അവസ്ഥയാണെന്നും അവർ ചൂണ്ടിക്കാട്ടി. കാർഷിക മേഖല സമ്പന്നമാകേണ്ട രാജ്യത്ത് നയപരമായ വെല്ലുവിളികളും വിലക്കയറ്റവും കാരണം കർഷകർ നശിച്ചുകൊണ്ടിരിക്കുകയാണെന്നും കൂലിയും തൊഴിലില്ലായ്മയും ഇല്ലാത്ത ഗ്രാമങ്ങളിൽ വിലക്കയറ്റത്തിന്റെ ആഘാതം സാധാരണക്കാരന്റെ ജീവിതം തന്നെ പിടിച്ചൊലിക്കുകയാണെന്നും
ഒരു നേരം ഭക്ഷണം കഴിക്കുവാൻ പോലും ബുദ്ധിമുട്ടുന്ന ജനതയാണ് ഇന്ന് ഇന്ത്യയിലുള്ളതെന്നും KR വിജയ പറഞ്ഞു. ലോകരാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യയിൽ പെട്രോൾ ഡീസൽ വില ഏറ്റവും കൂടുതലുള്ള രാജ്യങ്ങളിലൊന്നായി മാറിയെന്നും ഇന്ത്യ വലിയ സാമ്പത്തിക ശക്തിയായി മാറിയെന്ന് അഹങ്കരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗ്രാമങ്ങളിലെ പട്ടിണിയും ദാരിദ്ര്യവും കാണാൻ പോലും തയ്യാറാകുന്നില്ല എന്നും അവർ കുറ്റപ്പെടുത്തി. 12 വർഷത്തെ BJP ഭരണത്തിൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ പട്ടിണിയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ മുൻനിരയിൽ എത്തിയതായും KR വിജയ പറഞ്ഞു. അതേസമയം ജന്മിത്വത്തിന്റെ കെടുതികളിൽ നിന്ന് നവോത്ഥാനത്തിലൂടെ കടന്നുവന്ന് അതിദാരിദ്ര്യമില്ലാത്ത സംസ്ഥാനമായി കേരളം മാറിയതിനെ അദ്ദേഹം ഉദാഹരണമായി ചൂണ്ടിക്കാട്ടി. രാജ്യത്തിന്റെ സമ്പദ്ഘടനാ വളർച്ചയ്ക്ക് നെഹ്റു കാലത്തെ പഞ്ചവത്സര പദ്ധതികൾ മാതൃകയാണെന്നും ദാരിദ്ര്യം മാറ്റിയാൽ മാത്രമേ സ്വാതന്ത്ര്യം പൂർണ്ണമാകൂ എന്ന നെഹ്റുവിന്റെ പ്രസംഗവും KR വിജയ ഓർമ്മിപ്പിച്ചു. CPIM ഏരിയ സെക്രട്ടറി NN ദിവാകരൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ KA സുരേഷ്, വർഗീസ് കണ്ടംകുളത്തി, KV സജു, വിവിധ ഏരിയ നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ സൂര്യകാന്തി സംഗീതം നൃത്ത സഭാസബരിയുടെ 1ാം വാർഷികത്തോടനുബന്ധിച്ച് മാർഗവും പരിണിതിയും മോഹിനിയാട്ടത്തിലെ ലാവണ്യ സന്ദേശങ്ങൾ എന്ന വിഷയത്തിൽ ദേശീയ സെമിനാർ ജൂൺ 6-7 ദിവസങ്ങളിൽ കേരള സംഗീത നാടക അക്കാദമിയിൽ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മോഹിനിയാട്ടത്തിലെ അതിപ്രഗത്ഭരും പ്രശസ്തരുമായ 6 ഗുരുക്കന്മാർ ചേർന്നാണ് പരിപാടിക്ക് തുടക്കമിടുന്നത്. മോഹിനിയാട്ടത്തിന്റെ കലാഭൂപടത്തിൽ ഇടം നേടിയിട്ടുള്ള വിഭിന്നങ്ങളായ രീതിശാസ്ത്രങ്ങളെ അവയുടെ സൃഷ്ടാക്കളിൽ നിന്നും പ്രതിനിധികളിൽ നിന്ന് നേരിട്ട് മനസ്സിലാക്കുവാനുള്ള അവസരം കൂടിയാണിതെന്ന് സംഘാടകർ പറഞ്ഞു. 1ാമത്തെ ദിവസം ഭദ്രദീപം തെളിയിച്ച് V. കലാധരൻ ആമുഖ പ്രഭാഷണം നടത്തി. തുടർന്ന് ലാസ്യത്തിന്റെ ചലന നിയമങ്ങൾ ഡോക്ടർ ഗീത ശിവകുമാർ വിശകലനം ചെയ്തു. തുടർന്ന് വിനീത നെടുങ്ങാടി മോഹിനിയാട്ടത്തിന്റെ കളരിയിലെ ശിക്ഷണ രീതികളെയും സൗന്ദര്യശാസ്ത്രത്തെക്കുറിച്ചും പഠനം അവതരിപ്പിക്കും. മീന പ്രസാദ് M, RV രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിക്കും. തുടർന്ന് 6 മണിക്ക് മോഹിനിയാട്ടത്തിന്റെ ആചാര്യ ഗുരു പത്മശ്രീ സത്യഭാമ ടീച്ചറിനുള്ള സമർപ്പണം നടക്കും. 2ാം ദിവസം പ്രൊഫസർ ജോർജ് എസ് പോൾ, രമേശൻ നമ്പീശൻ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിൽ ആമുഖ പ്രഭാഷണം നടത്തും. തുടർന്ന് ഗുരു കലാമണ്ഡലം ക്ഷേമാവതി, ഡോക്ടർ ശാലിനി ഹരികുമാർ, സാന്ദ്ര പിഷാരടി, വിനയ നാരായണൻ, ദിവ്യ നെടുങ്ങാടി, മേതി ദേവിക എന്നിവരുടെ നേതൃത്വത്തിൽ ഹ്രസ്വചിത്രങ്ങളുടെയും അവതരണം നടത്തും. വാർത്താസമ്മേളനത്തിൽ ബിജീഷ് കൃഷ്ണ, കലാമണ്ഡലം അക്ഷര, കലാമണ്ഡലം സിനി സജീഷ്, കാവ്യ ദീപക് തുടങ്ങിയവർ പങ്കെടുത്തു. ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് തൃശൂർ ജില്ലാ അസോസിയേഷന്റെ പുതിയ ഭാരവാഹികളായി AM ജെയ്സനെ സെക്രട്ടറിയായും ഹരീഷ് PAയും ട്രഷററായും തെരഞ്ഞെടുത്തു. ജില്ലയിലെ കുട്ടികൾക്കായി മികച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങളും സാമൂഹ്യ സേവന പദ്ധതികളും മുന്നോട്ട് കൊണ്ടുപോകുവാൻ പുതിയ നേതൃത്വം പ്രതിജ്ഞാബദ്ധമാണ്. കൂടുതൽ കുട്ടികളിലേക്ക് സ്കൗട്ടിന്റെയും ഗൈഡിംഗിന്റെയും പ്രവർത്തനങ്ങൾ എത്തിക്കുവാനാണ് ലക്ഷ്യമിടുന്നത്. മോട്ടോർ വാഹന വകുപ്പിന്റെ നിയമവിരുദ്ധ നടപടിയിൽ പ്രതിഷേധിച്ച് ജൂലൈ 7 മുതൽ സംസ്ഥാന അടിസ്ഥാനത്തിൽ ടോറസ് ടിപ്പറുകൾ സർവീസ് നിർത്തിവെച്ച് അനിശ്ചിതകാല സമരം നടത്തുമെന്ന് കേരള ടോറസ് ടിപ്പർ അസോസിയേഷന്റെ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അന്യസംസ്ഥാന ടോറസ് ടിപ്പറുകൾ പെർമിറ്റും ടാക്സും മറ്റു രേഖകളുമില്ലാതെ സംസ്ഥാനത്ത് സർവീസ് നടത്തുന്നതിനെ മോട്ടോർ വാഹന വകുപ്പ് ഒത്താശ ചെയ്തു നൽകുന്നതുമൂലം ഉയർന്ന രീതിയിൽ ടാക്സും ക്ഷേമനിധിയും അടച്ച GPS സ്പീഡ് ഗവർണറും ഫിറ്റ് ചെയ്ത് നിയമാനുസൃതം ഓടുന്ന സംഘടനാ മെമ്പർമാരുടെ വാഹനങ്ങൾക്ക് സർവീസ് നടത്തുവാൻ സാധിക്കുന്നില്ല. ചരക്ക് കയറ്റി നൽകുന്ന ക്വാറികളിലും മറ്റ് സ്ഥലങ്ങളിലും വേബ്രിഡ്ജ് സ്ഥാപിച്ച് ചരക്ക് കയറ്റി തരണമെന്ന് സംഘടനയുടെ ആവശ്യം സർക്കാർ പാലിക്കാതെ ഓവർലോഡിന്റെ പേരിൽ ഡ്രൈവർമാരുടെ ലൈസൻസുകൾ സസ്പെൻഡ് ചെയ്തും വൻപിഴ അടപ്പിച്ചും വാഹനങ്ങൾക്ക് റോഡിലിറങ്ങുവാൻ പറ്റാത്ത അവസ്ഥ വന്നിരിക്കുകയാണ്. ഇതിനെതിരെയാണ് ടോറസ് ടിപ്പറുകൾ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങുന്നത്. വാർത്താസമ്മേളനത്തിൽ ജോൺസൺ പടമാടൻ, MV ആന്റണി, ഷിബു കാലയിൽ, സുബീഷ് VS, എൽദോസ് വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു. സീനിയർ ചേംബർ ഇന്റർനാഷണൽ വടക്കാഞ്ചേരി റീജിയന്റെ 2026-27 വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം 2026 ജൂൺ 5 വെള്ളിയാഴ്ച വൈകിട്ട് 7:30 ഓട്ടുപാറ ഡെലീസ റെസിഡൻസിയിൽ നടക്കും. സീനിയർ ചേംബർ ഇന്റർനാഷണൽ വൈസ് പ്രസിഡന്റ് CK ലാലു ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുമെന്ന് നാഷണൽ ഡയറക്ടർ ഹംസ M അലി, നിയുക്ത പ്രസിഡന്റ് റോയ് ഫ്രാൻസിസ്, നിയുക്ത സെക്രട്ടറി റോഷൻ ദേവസി, നിയുക്ത ട്രഷറർ മുഹമ്മദ് ഷഫീഖ് തുടങ്ങിയവർ അറിയിച്ചു. പുതിയ ഭാരവാഹികൾ റോയ് ഫ്രാൻസിസ്, വിൽസൺ കുന്നംപിള്ളി, റോഷൻ ദേവസി, സുനിൽ നരോലി, മുഹമ്മദ് ഷഫീഖ്. അടുത്ത ഒരു വർഷം നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികൾ
MACT അദാലത്ത്, ഓണം ക്രിസ്തുമസ് കാലഘട്ടത്തിൽ പ്രൊജക്ട് എക്സ്പോ, സൈബർ ബോധവൽക്കരണ സെമിനാർ, കേടുപാടില്ലാത്ത പഴയ വസ്ത്രങ്ങൾ ശേഖരിച്ച് മറ്റുള്ളവർക്ക് ഉപയോഗിക്കുവാൻ ലഭ്യമാക്കുന്ന ത്രിഫ്റ്റ് സ്റ്റോർ പ്ലാറ്റ്ഫോം, വിദ്യാർത്ഥികൾക്കായി പ്രസംഗ ചിത്രരചനാ മത്സരങ്ങൾ. തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. മൂവായിരം സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയ. മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. കേരളത്തിലെ ആദ്യത്തെ ഉഴുന്ന് കൂട്ടുകൃഷിയുടെ കൊയ്ത്തുത്സവം ജൂൺ 5 വൈകിട്ട് 5 മുണ്ടൂർ താഴങ്കോൾ പടവ് പരിസരത്ത് വെച്ച് നടക്കുമെന്ന് ഇസാഫ് കോപ്പറേറ്റീവ് മുണ്ടൂർ താഴങ്കോൾ പടവ് കറുകാക്കോൾ പാടശേഖര സമിതി ഭാരവാഹികൾ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പരിസ്ഥിതി ദിനത്തിൽ നടക്കുന്ന കൊയ്ത്തുത്സവം കേരള കൃഷി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് ഉദ്ഘാടനം നിർവഹിക്കും. ചടങ്ങിൽ വടക്കാഞ്ചേരി MLA CVR ചിറ്റിലപ്പള്ളി അധ്യക്ഷത വഹിക്കും. NCCF മാനേജിംഗ് ഡയറക്ടർ ആനിസ് ജോസഫ് ചന്ദ്ര IRS വിശിഷ്ടാതിഥിയാകുന്ന ചടങ്ങിൽ മികച്ച വിജയം കൈവരിച്ച കർഷകരെ ആദരിക്കും. വാർത്താസമ്മേളനത്തിൽ കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രമീള സുബ്രഹ്മണ്യൻ, ഇസാഫ് കോപ്പറേറ്റീവ് CEO ജോർജ് തോമസ്, അലോക് തോമസ് പോൾ, PS അച്യുതൻ, K ചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. മഞ്ഞക്കുന്ന് കമ്പിളി വീട്ടിൽ ജയപ്രകാശ് അന്തരിച്ചു. പട്ടിക്കാട് പഞ്ചായത്ത് ഓഫീസിന് സമീപത്തെ ഓട്ടോറിക്ഷ സ്റ്റാൻഡിലെ ഓട്ടോ ഡ്രൈവറാണ്. സംസ്കാരം പിന്നീട്. ഭാര്യ ശ്രീദേവി, മക്കൾ ഷാലു, ഷീഗ, മേഘ, മരുമകൻ സാജൻ. പ്രധാന വാർത്തകൾ വീണ്ടും. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേര് പുത്തൂർ സുവോളജിക്കൽ പാർക്കിന് നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് DCC ജനറൽ സെക്രട്ടറി ജെജു സെബാസ്റ്റ്യന്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രി VD സതീശന് നിവേദനം നൽകി. തൃശൂർ ഒല്ലൂർ വടക്കേ അങ്ങാടിയിൽ ഷോക്കേറ്റ് തൊഴിലാളി മരിച്ചു. AITUC ദേശീയ ജനറൽ കൗൺസിൽ സമാപിച്ചു. തൃശൂർ തിരുഹൃദയ റോമൻ കാത്തലിക് ലത്തീൻ പള്ളിയിലെ ഊട്ടുതിരുനാൾ ജൂൺ 9 ആഘോഷിക്കുമെന്ന് വികാരി റെക്ടർ ഫാദർ ഷൈജൻ കളത്തിൽ വാർത്താലേഖകരെ അറിയിച്ചു. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ തുടരെയുള്ള വിലക്കയറ്റത്തിന് CPIM പ്രക്ഷോഭം. വടക്കാഞ്ചേരിയിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.